രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവായ ഹിമാനി നർവാൾ അവർ മരിച്ചു, കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു ഹിമാനിക്ക്. എന്താണ് അവർ ഹിമാനി സുന്ദരിയാണ്, 22 വയസ്സ്, MBAയും LLBയും പഠിച്ച കുട്ടി. കോൺഗ്രസ്സിൽ പ്രവർത്തിക്കണമെന്ന് വലിയ ആഗ്രഹം. രാഹുൽ ഗാന്ധിയെ അങ്ങ് ജീവനായിരുന്നു. രാഹുൽ ഗാന്ധിയെ ഈ ഭാരത് ജോഡോ യാത്ര ഹരിയാനക്കാരിയാണ്. ഹരിയാനയിൽ വന്നപ്പോൾ ഹിമാനി നർവാൾ രാഹുൽ ഗാന്ധിയെ കണ്ടു. രാഹുൽ ഗാന്ധി അവളെ ആലിംഗനം ചെയ്തു, അവളെ ചേർത്ത് പിടിച്ച് കൂടെ നടന്നു. അങ്ങനെ നടന്ന് ഹിമാനി രാഹുൽ ഗാന്ധിയുടെ കൂടെ ശ്രീനഗർ വരെ പോയി. ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്ര വലിയ ആരാധനയാണ് രാഹുൽ ഗാന്ധിയോട് ഉള്ളത്. ആ ഹിമാനി നർവാൾ അങ്ങനെ കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകയായി വരണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അവൾ കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടിക്കും പോകും. ഈ കഴിഞ്ഞ 27-ാം തീയതി ഭൂപേന്ദർ ഹൂഡ എന്ന് പറയുന്ന ഹരിയാനയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് പങ്കെടുക്കുന്ന ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. സമ്മേളനത്തിന് പോകാൻ വേണ്ടി അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 27-ാം തീയതി ഈ പരിപാടിക്ക് പോകുന്നു അമ്മയോട് പറഞ്ഞു. 28-ാം തീയതി പോയി. പിന്നെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എവിടെയെന്ന് അറിയില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഹരിയാനയിലെ കാത്മണ്ഡി ഏരിയയിലുള്ള ബസ് സ്റ്റേഷൻ്റെ മുന്നിൽ ഒരു സൂട്ട് കേസ് കണ്ടു. സൂട്ട് കേസ് തുറന്നപ്പോൾ അതിനകത്ത് 22 വയസ്സുള്ള ഹിമാനി നർവാളിൻ്റെ മൃതദേഹം ഒടിച്ചു മടക്കിയ നിലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ ഒരു വലിയ വിവാദമായി മാറുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയോട് ആരാധനയുള്ള ഒരുപാട് ചെറുപ്പക്കാരികൾ നമ്മുടെ ലോകത്തെമ്പാടും, കേരളത്തിൽ ഉൾപ്പെടെ. കേരളത്തിൽ ജോഡോ യാത്രയൊക്കെ വന്നപ്പോൾ ചില ആൾ ഓടിച്ചാടിയൊക്കെ ചെല്ലുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഈ ആലുവയിലൊക്കെ ആളുകൾ കാണുന്നു, മുത്തം കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ രാഹുലാണേലും അങ്ങനെ എൻജോയ് ചെയ്ത് പോയ ഒരു യാത്രയായിരുന്നു. പിന്നെ സോറോസിൻ്റെ ഫണ്ടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പിന്നെ മാത്രമല്ല അമേരിക്കയുടെ USAID ഫണ്ടും ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യയിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കിട്ടിയ ഫണ്ട് എത്രയാണ്? 200 കോടിക്കടുത്താണ്. $21 ബില്യൺ. ഇതെല്ലാം കിട്ടി. അങ്ങനെ സമ്പുഷ്ടമായി നടന്ന ജോഡോ യാത്രയിൽ ആകർഷിക്കപ്പെട്ട് കോൺഗ്രസ്സിലേക്ക് വന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഹിമാനി നർവാൾ. ഇവൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നിപ്പോൾ അറിയില്ല. കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പാണ്, അല്ലെങ്കിൽ സൂട്ട് കേസിനകത്ത് ബസ് സ്റ്റാൻഡിൽ കിടക്കില്ല. അവൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ശരിയാണ്. അവൾ 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവളുടെ ജഡം കിട്ടിയത്. ഹരിയാന പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടയ്ക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, ഹിമാനിയുടെ അമ്മ സവിത നർവാൾ മാധ്യമപ്രവർത്തകരോട് കണ്ടതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ ടുഡേ മാത്രമല്ല, ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള പത്രങ്ങളിലെല്ലാം ഈ വാർത്ത വന്നു കഴിഞ്ഞു. കേരളത്തിലെ പത്രങ്ങളിലില്ല. രാഹുൽ ഗാന്ധിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹിമാനിയോട്. രാഹുലിന് അതുപോലെ ഇഷ്ടമായിരുന്നു. രാഹുൽ ഗാന്ധിയുമായി ഭാരത് ജോഡോ യാത്രയിൽ വെച്ച് പരിചയപ്പെട്ട് ഈ പറയുന്ന പോലെ കെട്ടിപ്പിടിച്ച് കൂടെ നടന്ന് ശ്രീനഗർ വരെ പോയ പരിചയം രാഹുൽ ടീമിന് ഹിമാനിയോട് വലിയ ഇഷ്ടം തോന്നി. അതുകൊണ്ട് ഇവൾക്ക് വലിയ വലിയ നേതാക്കന്മാരൊക്കെ ആയിട്ട് അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഭൂപേന്ദർ സിംഗ് ഹൂഡ ആയിട്ട് പരിചയമുണ്ടായി. ഹൂഡയുടെ ഭാര്യ ആഷയുമായിട്ട് പരിചയമുണ്ട്. കോൺഗ്രസ്സുകാർക്കിടയിലൊക്കെ വളരെ പോപ്പുലറായി. കാരണം ആ കാലത്ത് ഒന്നാമത് ഈ കുട്ടി ഭയങ്കര സുന്ദരിയാണ്. അവൾ പല വേഷത്തിൽ കാശ്മീരിൽ ചെല്ലുമ്പോൾ കാശ്മീരിലെ വേഷമൊക്കെ ആയിട്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുക. പിന്നെ ഹരിയാനയിൽ നിന്ന് പോയതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നത് ഹിമാനിയാണ്. ഹിമാനിയുടെ സാന്നിധ്യം അതിപ്പോൾ നമ്മൾ മറ്റേ ആ പെൺകുട്ടി ഉണ്ടല്ലോ, കുംഭമേളയ്ക്ക് വന്ന മൊണാലിസ, പേര് വേറെയാണ്. മൊണാലിസ വന്നപ്പോൾ ഈ മീഡിയ മുഴുവൻ അങ്ങനെ മൊണാലിസയെ എടുത്ത് വൈറലാക്കി എന്ന് പറയുന്നത് രാഹുലിൻ്റെ രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വെക്കുന്ന ഒരു ജാഥയാണ് ഭാരത് ജോഡോ യാത്ര എന്നിരിക്കലും ഹരിയാന മുതൽ ഉള്ള യാത്രയിൽ ഉടനീളം ക്യാമറ കണ്ണുകൾ ഹിമാനിയുടെ നേർക്കായിരുന്നു. ഹിമാനിയും രാഹുലും കൂടെ ഒന്നിച്ച് കിടന്നാൽ അപ്പോൾ ക്യാമറ ഒപ്പിയെടുക്കുമായിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് പോപ്പുലറായ ഈ പെൺകുട്ടിയാണ് ഇപ്പോൾ സ്യൂട്ട് കേസിൽ കണ്ടത്. അപ്പോൾ അവളുടെ അമ്മ സവിത നർവാൾ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശീയ മാധ്യമങ്ങളിൽ ഒരു വാർത്തയായി. സവിത പറയുന്നത് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ മകളെ കൊലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ കോൺഗ്രസ്സുകാർക്ക് പങ്കുണ്ട്. ഈ മരണം നടന്നതിന് ശേഷം പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാർ ആരും വന്നില്ല. ഞാൻ പോയിട്ട് ആശാ ഹൂഡെ ജിയെ കണ്ടു, അതായത് ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ ഭാര്യയെ പോയി കണ്ടു എന്നല്ലാതെ അവരാരും ഞങ്ങളെ വിളിക്കുകയോ ഞങ്ങളെ അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് ശരിയല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ സവിതയുടെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം കോൺഗ്രസ് ഇടപെട്ടു, പ്രതിഷേധം നടത്തി, പത്രപ്രസ്താവനയൊക്കെ വന്നിട്ടുണ്ട്. വീട്ടിൽ പോയോ ഭൂപേന്ദർ സിംഗ് കൂടെയൊക്കെ പോയോന്നറിയില്ല. പക്ഷേ അവരുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ കാണുന്നുണ്ട്. കാരണം ഇവൾ പറഞ്ഞത്, ഈ സ്ത്രീ സവിത പറഞ്ഞത് വലിയ തിരിച്ചടിയായി കോൺഗ്രസ്സിന്. കാരണം രാഹുൽ ഗാന്ധിയുമായി വരെ വലിയ അടുപ്പമുണ്ടായിരുന്ന ഈ പെൺകുട്ടി കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഒന്നും നോക്കിയില്ല, തിരിഞ്ഞ് നോക്കിയില്ല, അതിന് അന്വേഷണം ആവശ്യപ്പെട്ടു പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വലിയ തിരിച്ചടിയായി. അപ്പോൾ പക്ഷേ സവിത പറഞ്ഞത് കാര്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്, പത്രങ്ങളിലുണ്ട്. സവിത പറയുന്നത്, എൻ്റെ മോൾ കോൺഗ്രസ്സിൽ വന്നതിന് ശേഷം
അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവൾ ഭാരത് ജോഡോ യാത്രയ്ക്ക് പോയപ്പോൾ ഇവൾ പറഞ്ഞു താമസിക്കാൻ എനിക്ക് ഒരു മുറി വേണം എന്ന് പറഞ്ഞു. അങ്ങനെ പറ്റത്തില്ല, മുറി ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ, കൂടെ ആൾ താമസിക്കാൻ വേറെ ആളുണ്ടാവും എന്ന് പറഞ്ഞു. സവിത അന്ന് തൊട്ടേ കൂടെ ആരെയും കിടക്കാൻ സമ്മതിച്ചില്ല. പുരുഷന്മാരാണോ സ്ത്രീകളാണോ എന്ന് അറിയില്ല, സ്ത്രീകളായിരിക്കാം, അല്ലെങ്കിൽ അറിയില്ല. പക്ഷേ അത് അവരെടുത്ത് സ്ത്രീകൾ എനിക്ക് തനിച്ച് കിടക്കണം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ വേറൊരു സ്ത്രീ കൂടെ കിടക്കണം, ഒരു മുറിയിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പെൺകുട്ടികൾ എതിർക്കില്ല. പക്ഷേ അവളുടെ മുറി പങ്കിടണമെന്ന് ചിലർ ആവശ്യപ്പെട്ടു, അവളന്ന് സമ്മതിച്ചില്ല. അത് അടുത്ത വാചകവുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് സവിത പറയുമ്പോൾ അതിനകത്തൊരു ദുരൂഹതയുണ്ട്. മറ്റു ചില കോൺഗ്രസ് നേതാക്കന്മാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഹിമാനിയോട് പറഞ്ഞു, രാഷ്ട്രീയത്തിലൊക്കെ വളരണം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ എങ്ങനെ കെട്ടിപ്പിടിച്ചാൽ മാത്രം പോരാ, കോൺഗ്രസ്സിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ചില കോംപ്രമൈസുകളൊക്കെ വേണ്ടി വരും, കോംപ്രമൈസുകൾക്ക് നീ തയ്യാറാവണം എന്ന് പറഞ്ഞു. ഇന്ത്യ ടുഡേയുടെ വാർത്ത കാണിക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട BJP വിരുദ്ധ മാധ്യമമാണല്ലോ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. ചില കോംപ്രമൈസുകൾക്ക് നീ തയ്യാറാവണം. നമ്മൾ ഓർക്കുന്നില്ല, സിനിമയ്ക്കകത്തായി കോംപ്രമൈസ് അല്ലേ, കോംപ്രമൈസ് വേണോ, അഡ്ജസ്റ്റ്മെൻറ്റ്, കോംപ്രമൈസുകൾക്ക് തയ്യാറാവണം. അതിന് അവൾ തയ്യാറായിരുന്നില്ല. എന്നിട്ട് പറയുന്നത് തെറ്റ് എപ്പോഴും തെറ്റ് തന്നെയാണ്, അതിന് എൻ്റെ മകൾ തയ്യാറായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ നോക്കുമ്പോൾ വല്ലാത്തൊരു ദുരൂഹത. അതിൻ്റെ കൂടെ സവിത ആഡ് ചെയ്യുകയാണ്, മോള് കോൺഗ്രസ് വിടണമെന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി 28-ാം തീയതി പോയ പെൺകുട്ടിയെ ഇന്നലെ കണ്ടുപിടിച്ചത് സൂട്ട് കേസിലാണ്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ദുരൂഹതയുണ്ട്. ഇപ്പോൾ പോലീസ് പറയുന്നത്, അവിടുത്തെ പോലീസ് ഓഫീസറായ ബ്രിജേന്ദ്ര സിംഗ് പറയുന്നതായിട്ട് വന്നിരിക്കുന്നത്, ഞങ്ങൾ 25 കിലോമീറ്റർ റേഡിയസിലുള്ള നാഷണൽ ഹൈവേ 9 എല്ലാ CCTV, റോത്തക് മുതൽ റോഹാദ് വരെയുള്ള റൂട്ടിലുള്ള മുഴുവൻ CCTV ക്യാമറകളും പരിശോധിക്കാൻ പോവുകയാണ്. അങ്ങനെ പ്രതികളിലേക്ക് എത്താൻ പറ്റുമെന്ന് പറയുന്നു. ഇത് ഇത്തിരി രാഷ്ട്രീയമാനവും വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ ആകർഷ്ടയായി രാഹുൽ ഗാന്ധിയുടെ കരിസ്മ കണ്ട് അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് പാർട്ടിയിലേക്ക് വന്ന് സജീവ നേതൃത്വത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടി വളരെ പെട്ടെന്ന് ഇല്ലാതായി, മരിച്ച നിലയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇത്തരം ചില ദുരൂഹതകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ഒരു പെൺകുട്ടിയുടെ കേസ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഉത്തർപ്രദേശിലെ അമേത്തിയിലെ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുന്നു. അവിടെ ഒരു വലിയ നേതാവും അദ്ദേഹത്തിൻ്റെ വിദേശികളായ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. സുകന്യ സിംഗിൻ്റെ കേസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സുകന്യ സിംഗിൻ്റെ കേസ് അറിയാനായിട്ട് പ്രേക്ഷകർക്ക് അറിയില്ലെങ്കിൽ പ്രേക്ഷകർ ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അലഹബാദ് ഹൈക്കോടതി വരെ എത്തിയ കേസാണ്. സുകന്യ അവിടെ എത്തുന്നു, ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെ കാണാനാണ് എത്തുന്നത്. പക്ഷേ വിദേശികൾ ഉൾപ്പെടെയുള്ള ആ നേതാവിൻ്റെ കൂട്ടുകാരും നേതാവും ചേർന്ന് ആ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയെന്നൊരു കേസ്. ആ കേസുണ്ടാവുന്നു. കേസിനെ തുടർന്ന് അത് വാർത്തയാവുന്നു. പത്രങ്ങളെല്ലാം പതുക്കി വെച്ചു. ഈ നേതാവിൻ്റെ അമ്മയെ പോയി സുകന്യയുടെ മാതാപിതാക്കൾ കണ്ടു. നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ദുരൂഹ സാഹചര്യത്തിൽ സുകന്യ സിംഗിനെയും കുടുംബത്തിനെയും കാണാതാവുന്നു. അങ്ങനെ ഒരു വലിയ വിവാദമുണ്ടാക്കിയ ഒരു കേസുണ്ട്. ആ കേസിൽപ്പെട്ട ആളുകളുടെ പേരൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല. ഏതായാലും അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ഗൂഗിൾ ചെയ്താൽ കിട്ടും. അതിന് സമാനമായ ഒരു കേസാണ് ഇപ്പോൾ ഈ ഹിമാനിയുടെ കേസ് എന്ന് വേണമെങ്കിൽ പറയാം. ആളുകളൊക്കെ വേറെ ആയിരിക്കാം, പക്ഷേ അതും കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ്. കോൺഗ്രസ്സിലെ ഒരു നേതാവിൻ്റെ കരിസ്മ കണ്ട് ഈ ഭാരത് ജോഡോ യാത്രയിലൊക്കെ പങ്കെടുത്തൊരു പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. അവൻ്റെ ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് കോൺഗ്രസ്സുകാരാണ് ഇതിൻ്റെ പിന്നിൽ. ഇവളുടെ രാഷ്ട്രീയ വളർച്ചയിൽ, രാഹുൽ ഗാന്ധിയോട് പോലും അടുപ്പമുള്ള തരത്തിലുണ്ടായ ഈ രാഷ്ട്രീയ വളർച്ചയിൽ അസൂയുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട്. പിന്നെ ഇവളോട് പണ്ട് മുറി പങ്കിടണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇവളുമായി ചില കോംപ്രമൈസുകൾക്ക് തയ്യാറായാലേ രാഷ്ട്രീയത്തിൽ ഇനി കൂടുതൽ വളരുകയുള്ളൂ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ വല്ലാത്തൊരു ദുരൂഹതയുണ്ട്. ഹിമാനിയുടെ കൊലയാളികളെ എത്രയും പെട്ടെന്ന് പോലീസ് കണ്ടുപിടിക്കുമായിരിക്കും. എന്നാലും രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെറുപ്പക്കാരായ ആളുകൾക്ക് കടന്നു വരാൻ താല്പര്യമൊക്കെ ഉണ്ടാവും. നേതാക്കന്മാരുടെ കരിസ്മയൊക്കെ കണ്ടുവരും. പക്ഷേ അവരെ കാത്തിരിക്കുന്നത് അത്ര സുഖകരമായ കാര്യമല്ല. കോൺഗ്രസ്സിൽ അന്നും ഇന്നും എന്ന് പറയുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണോ എന്ന് സംശയമുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ധന്യക്ക് ഓർമ്മയില്ലായിരിക്കാം, ഒരു കുപ്രസിദ്ധമായൊരു തണ്ടൂരി അടുപ്പ് കൊലപാതകമുണ്ട്. ഒരു നൈന സാഹ്നി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരി, അവർക്ക് വേണ്ടി 22 or 25 ഒക്കെ വയസ്സേ ഉള്ളൂ. ഞാൻ അന്നത്തെ ഓർമ്മയെന്ന് പറഞ്ഞത് കൃത്യം, അത് 90s നൈന സാഹ്നിയെ കൊലപ്പെടുത്തിയിട്ട് കഷ്ണങ്ങളായി മുറിച്ച് തന്തൂരി അടുപ്പിലിട്ട് ചുട്ട് കരിച്ചു കളഞ്ഞു. അക്കാലത്തെ വലിയ കോളിലൊക്കെ ഉണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാരനായ ആളായിരുന്നു പ്രതി. യൂത്ത് കോൺഗ്രസ്സുകാർ ഒന്നുമാണ്. അങ്ങനെയാണൊരു കേസ്, നൈന സാഹ്നി മർഡർ കേസ്.
വളരെ ഫേമസ് ആണ്, ഫേമസ് അല്ല, കുപ്രസിദ്ധമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സിൽ ഇങ്ങനെ ആകൃഷ്ടരായി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് താല്പര്യപ്പെട്ടു വന്ന പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കാലത്തും രാഹുൽ ഗാന്ധിക്ക് വാത്സല്യവും സ്നേഹവും തോന്നി ആലിംഗനം ചെയ്ത് കൂടെ കൂട്ടി തൻ്റെ ഒപ്പം പദയാത്രയ്ക്ക് കൊണ്ടുപോയ ഒരു പെൺകുട്ടിക്ക് പോലും ഇതാണ് ഇപ്പോഴും കോൺഗ്രസ്സിൽ അനുഭവമെന്നാണ് ഹിമാനി നർവാളിൻ്റെ കേസ് പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് കേൾക്കുന്നൊരു വാർത്ത അതുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഹരിയാന പോലീസ് ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വിട്ടിട്ടില്ല എന്ന് പറയുന്നു. ഏതായാലും ഹിമാനി നർവാളിൻ്റെ ഈ കൊലപാതകം ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് MBAയും LLB ഒക്കെ പാസ്സായ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറാൻ വേണ്ടി ആവേശത്തോടെ വന്നിട്ട് അവൾക്ക് അതിദാരുണമായ മരണം സമ്മാനിച്ച ഒരു സാമൂഹ്യ സ്ഥിതി. ആ രാഷ്ട്രീയ പാർട്ടിക്ക് അവളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, അല്ലേ? അവർക്ക് സംരക്ഷിക്കാൻ പറ്റും. ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് വന്നാൽ അവളെ നോക്കുക, അവളുടെ പരിപാടി കഴിഞ്ഞാൽ അവൾ സുരക്ഷിതമായി വീട്ടിലെത്തിയോ എന്ന് നോക്കുക. ഇതൊക്കെ ചെയ്യേണ്ടത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അതൊക്കെ BJP ഒക്കെ കണ്ടുപിടിക്കണം. ഞാൻ കാണാറുണ്ട്. കാരണം വന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട പോലെ ആളുകളെ തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കുന്ന പോലെയുള്ള ഉത്തരവാദിത്വം BJP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ കോൺഗ്രസ്സിൽ എന്തുകൊണ്ട് സംഭവിച്ചു? കോൺഗ്രസ്സിൽ ഈ കുട്ടിയുടെ അമ്മ സവിത പോലും വിരൽ ചൂണ്ടുന്നത് സ്വന്തം പാർട്ടിക്കാർക്കെതിരെയാണ്. അപ്പോൾ ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വഴിയെ അറിയാം. അപ്പോൾ നമുക്ക് വീണ്ടും പ്രേക്ഷകരോട് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.